പിസ്സയ്ക്ക് ഇടയ്ക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. പിസ്സ ഡോ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് ആവശ്യമില്ല, നല്ല ടേസ്റ്റ് വേണ്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഇവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാനിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കുക കേട്ടോ. അത് അരികുവശം കളഞ്ഞിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു 3 മുട്ട, അരക്കപ്പ് പാല്, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു പിസ്സയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബ്രെഡ് പീസസ് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടിൽ അങ്ങ് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ ചുറ്റും അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടിലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സ ബേസ് കേട്ടോ. എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് പിസ്സ സോസ് ആട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ കറിയിലെ ചിക്കനൊക്കെ ആയാലും മതി. ഞാൻ കറിയിലെ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം, തക്കാളി, സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം കുറച്ച് വീതമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചീസും ചിക്കനും അതുപോലെ കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം റെഡി. ഒരു 10 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ.